ഓസ്ട്രേലിയൻ സ്റ്റേറ്റ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് തൃശൂർ ചാലക്കുടി മുരിങ്ങൂർ സ്വദേശിയായ യുവാവ്. ചാതേലി അന്തോണി മേരി ദമ്പതികളുടെ മകൻ ബിജു ആന്റണിയാണ് ബെൽമൗണ്ട് വാർഡിൽ നിന്നും ലിബറൽ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 2025 മാർച്ച് 8-നാണ് തെരഞ്ഞെടുപ്പ്. ഒരു മലയാളിക്ക് അപൂർവമായി മാത്രമാണ് ഇത്തരമൊരു അവസരം ലഭിക്കുന്നത്. ഏഷ്യയിൽ നിന്ന് തന്നെ 4 പേരാണ് മത്സര രംഗത്തുള്ളത്. പല ബൂത്തുകളിലായി 30,000-ഓളം വോട്ടുകളാണുള്ളത്. 50 സ്ഥാനാർത്ഥികളുള്ളതിൽ ബിജു ആന്റണി ചാതോലിക്ക് പുറമെ മറ്റൊരു മലയാളി കൂടി മത്സര രംഗത്തുണ്ട്. ഓസ്ട്രേലിയയിൽ ലേബർ പാർട്ടിയും ലിബറൽ പാർട്ടിയും തമ്മിലാണ് ശക്തമായ മത്സരം. ബിജു ആന്റണി ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. നിലവിൽ ലേബർ പാർട്ടി സ്ഥാനാർത്ഥി വിജയിച്ച വാർഡാണ് ബെൽമൗണ്ട്. എങ്കിലും ലേബർ പാർട്ടിക്കെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഓസ്ട്രേലിയയിൽ നിലവിലുള്ളതെന്ന് ബിജു ആന്റണി പറയുന്നു. കഴിഞ്ഞ 15 വർഷമായി ഓസ്ട്രേലിയയിൽ അഡ്വക്കേറ്റും ചാർട്ടേഡ് അക്കൌണ്ടന്റുമായി പ്രവർത്തിച്ചു വരികയാണ് ബിജു ആന്റണി. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ രീതി അനുസരിച്ച് സ്ഥാനാർത്ഥികളാവാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുത്ത 3 പേരിൽ നിന്നുമാണ് ബിജു ആന്റണിയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നത്. ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് നടത്തുവാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നതെന്ന് ബിജു ആന്റണി പറയുന്നു. മലയാളികളുടെ സാന്നിധ്യം വെസ്റ്റേൺ ഓസ്ട്രേലിയൻ പാർലമെന്റിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്തവണ മലയാളികൾ 2 പേര് മത്സരിക്കുന്നു. ഒരാളെ ആയിട്ട് ഞാൻ മത്സരിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചു. ലിബറൽ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മുമ്പിൽ നമ്മൾ പ്രീ സെലക്ഷൻ പ്രോസസ്സിൽ വേറൊരു ആപ്ലിക്കൻ്റായിട്ട് മത്സരിച്ചാണ് ഞാൻ ഈ കാൻഡിഡേറ്റായിട്ട് പാർട്ടി നമ്മളെ സെലക്ട് ചെയ്യുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപായി മാതാപിതാക്കളുടെ അനുഗ്രഹം തേടുന്നതിനായി കഴിഞ്ഞ ദിവസം ബിജു ആന്റണിയും കുടുംബവും മുരിങ്ങൂർ ആറ്റപ്പാടത്തെ വീട്ടിലെത്തി. മാതാപിതാക്കൾക്കൊപ്പം ക്രിസ്തുമസ് ആഘോഷിച്ച ശേഷം 26-ന് ബിജു ആന്റണിയും കുടുംബവും ഓസ്ട്രേലിയയിലേക്ക് മടങ്ങും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.